പുലിവാല് പിടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. 4 കൊല്ലത്തിനു ശേഷം പാകിസ്ഥാൻ വിമാന സർവീസിന് ഫ്രാൻസ് അനുമതി നൽകിയപ്പോൾ പാക് വിമാനം പാരീസിന്റെ ഈഫൽ ടവറിന് നേർക്ക് പാഞ്ഞെടുക്കുന്ന ഒരു ചിത്രം വെച്ചാണ് പരസ്യമിറക്കിയത്. 4 വർഷങ്ങൾക്ക് ശേഷം പാരീസിലേക്ക് വിമാന സർവീസ് പുനരാരംഭിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനായി പുറത്തിറക്കിയ പരസ്യത്തിൽ പുലിവാല് പിടിച്ച് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ്. ഇവർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച പരസ്യത്തിനെതിരെ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് പുതിയ പരസ്യം എന്ന വ്യാപക വിമർശനമുണ്ടായി. ഈ വിമർശനത്തെ തുടർന്നാണ് പാകിസ്ഥാൻ സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ജനുവരി 10 സാമൂഹിക മാധ്യമമായ എക്സിലാണ്, അതായത് പഴയ ട്വിറ്ററിലാണ് പരസ്യം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. PIAയുടെ ഔദ്യോഗിക അക്കൗണ്ടിലാണ് പരസ്യം പോസ്റ്റ് ചെയ്തിരുന്നത്. ഫ്രഞ്ച് പതാകയുടെ പശ്ചാത്തലത്തിലുള്ള ഈഫൽ ടവറിന്റെ ചിത്രവും ഒരു വിമാനവുമാണ് ഈ പരസ്യത്തിൽ ഉണ്ടായിരുന്നത്. ഈഫൽ ടവറിന് നേരെ ഒരു വിമാനം പറക്കുന്ന തരത്തിലാണ് പരസ്യത്തിലെ ചിത്രീകരണം. പാരീസ് ഞങ്ങൾ ഇന്ന് വരികയാണ് എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് PIA പരസ്യം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ 2001 സെപ്റ്റംബർ 11 US ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്തിരുന്ന വേൾഡ് ട്രേഡ് സെന്ററിനെതിരെ നടന്ന ഭീകര ആക്രമണത്തെ അനുസ്മരിപ്പിക്കുന്ന പരസ്യമാണിത് എന്ന ആരോപണം ഉയർന്നു. വേൾഡ് ട്രേഡ് സെന്ററിലെ ഇരട്ട കെട്ടിടങ്ങളിലേക്ക് തട്ടിയെടുത്ത ഒന്നിലേറെ യാത്രാ വിമാനങ്ങൾ ഇടിച്ചു കയറ്റിയാണ് സെപ്റ്റംബർ 11 ഭീകര ആക്രമണം നടന്നത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അന്ന് തത്സമയം ലോകം കണ്ടതാണ്. പരസ്യ ചിത്രത്തിന് സെപ്റ്റംബർ 11 ആക്രമണവുമായുള്ള അതിശയകരമായ സാമ്യമാണ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചത്. ജനുവരി 10 PIAയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത പരസ്യത്തിൽ ഫ്രഞ്ച് പതാകയുടെ പശ്ചാത്തലത്തിൽ ഈഫൽ ടവറിലേക്ക് പോകുന്ന ഒരു വിമാനത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിരുപദ്രവകരം എന്ന് തോന്നുമെങ്കിലും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവുമായി സാമ്യം ധാരാളമായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രൂക്ഷ വിമർശനത്തിന് ഈ പരസ്യചിത്രം കാരണമായി. പോസ്റ്റ് ദിവസങ്ങൾക്കുള്ളിൽ 21 ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. ഈ പരസ്യം ആരാണ് നിർമ്മിച്ചത് എന്ന് അന്വേഷിക്കാൻ പ്രധാനമന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ വിവാദങ്ങൾക്കിടയിലും 4 വർഷത്തിനിടെ പാരീസിലേക്കുള്ള പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ആദ്യ വിമാനം ജനുവരി 10 ചാൾസ് ഡി ഗല്ലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വിലക്ക് നീക്കി എങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കും UK-ലേക്കും സർവീസ് നടത്തുന്നതിന് പാകിസ്ഥാൻ എയർലൈൻസിന് നിലവിൽ വിലക്കുണ്ട്. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് തുടർച്ചയായി പലപ്പോഴും വിവാദത്തിൽ അകപ്പെടാറുണ്ട്. 2017 അപകടങ്ങൾ ഒഴിവാക്കാൻ ജീവനക്കാർ ആടിനെ ടാർമാർക്കിൽ ബലിയർപ്പിച്ചതിനെ തുടർന്ന് എയർലൈൻസ് അധികൃതർ വിവാദത്തിലായിരുന്നു. 2020 കറാച്ചിയിൽ 97 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് വിമാനങ്ങൾ നിരോധിച്ചിരുന്നു. പൈലറ്റിന്റെ പിഴവ് മൂലമാണ് വിമാനാപകടം സംഭവിച്ചത് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. പാകിസ്ഥാന്റെ 1/3 പൈലറ്റുമാരും വ്യാജ ലൈസൻസ് കൈവശം വെച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു. പോസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്കകം 2 കോടിയിലേറെ പേരാണ് പരസ്യം കണ്ടിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായി പാക് ധനകാര്യമന്ത്രിയാണ് പാർലമെന്റിൽ അറിയിച്ചത്. PIAയുടെ പരസ്യം ഒരു വിഡ്ഢിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വിവാദങ്ങൾക്കിടെ PIAയുടെ വിമാനം ഇസ്ലാമാബാദിൽ നിന്ന് പാരീസിലെത്തി. ജനുവരി 10 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം PIA വിമാനം ഫ്രാൻസിന്റെ മണ്ണിലിറങ്ങിയത്. സുരക്ഷാ കാരണങ്ങളാൽ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയിരുന്ന പാക് എയർലൈൻസിന്റെ 4 വർഷത്തെ വിലക്ക് നീക്കിയതോടെ ജനുവരി 10 ഇസ്ലാമാബാദ് പാരീസ് വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിനായാണ് പരസ്യം പുറത്തിറക്കിയത്. PIAയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലെ വിവാദ പോസ്റ്റിൽ ഈഫൽ ടവറിലേക്ക് കുതിക്കുന്ന വിമാനത്തിന്റെ ചിത്രവും പാരീസ് ഞങ്ങൾ ഇന്ന് വരുന്നു എന്ന അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. പലരും ഈ ചിത്രത്തെ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകര ആക്രമണവുമായി താരതമ്യം ചെയ്തു. പാകിസ്ഥാൻ എയർലൈൻസിന്റെ ഗ്രാഫിക് ടീമിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു ക്രാഷ് കോഴ്സ് ആവശ്യമാണ് എന്ന് ചിലർ പരിഹസിക്കുകയും ചെയ്തു. വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ പോസ്റ്റിനെ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചു. ആരാണ് ഇത്തരം പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകിയത് എന്ന് അന്വേഷിക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഇത് ആദ്യമായല്ല പാക് എയർലൈൻസ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്. 1979 2016 സമാനമായ പരസ്യങ്ങൾ പുറത്തിറക്കി എയർലൈൻസ് നേരത്തെ തന്നെ നാണം കെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.